So here I welcome superstar എന്നുള്ള വാക്ക് ഞാൻ വിളിക്കില്ല. കാരണം for me, he is the phenomenon of Indian cinema. Let's call on stage the one-man blockbuster Lalita. Yes. My dear തമ്പി, ഒരു ചിന്ന രഹസ്യം. Please, just a minute. ചിന്ന രഹസ്യം. Give me one small request. சிதம்பரத்திலிருந்து அந்த நடராஜ விக்கிரகத்துக்கு மாலை போட்டிருந்து அதை நான் ஃபோன் பண்ணி கொண்டு வந்திருக்கேன். அப்புறம் பாலாஜி திருப்பதி ஷால். ஐ வாண்ட் டு ഡു സ്മാൾ സന്മാൻ. കണ്ണപ്പയുടെ മുഴുവൻ ക്രൂ, മോഹൻ ബാബു സർ, വിഷ്ണു ഗാരു, എല്ലാവരും ആർട്ടിസ്റ്റുകൾ ചേർന്നിട്ട് നമ്മുടെ സ്വന്തം ലാലേട്ടന് ഒരു ഫെലിസിറ്റേഷൻ നടത്താൻ പോവുകയാണ്. There's no better way of honoring the pride of Indian cinema, and that's been done by Kannappa team. ഇവിടെ നിൽക്കൂ. അത് കഴിഞ്ഞില്ല, ഇത് കൊടുക്കും. തിരുപ്പതി ബാലാജിയിൽ നിന്ന് പ്രത്യേകം കൊണ്ടുവന്ന വർണ്ണമാലയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. സോ അത് നമ്മുടെ സ്വന്തം ലാലേട്ടനെ ചാർത്തുകയാണ് ഡോക്ടർ മോഹൻ ബാബു സർ. അങ്ങനെ നമ്മുടെ ലാലേട്ടനോട് ചോദിക്കാം അല്ലേ, കണ്ണപ്പ വിശേഷങ്ങൾ. ശരി, ഒരു മിനിറ്റ്, സ്റ്റോപ്പ്. ഓക്കെ, എല്ലാവർക്കും വളരെ സന്തോഷകരമായ ഒരു സായാഹ്നം നേരുന്നു. ഇതൊരു മലയാള സിനിമയല്ല, ഒരു തെലുങ്ക് സിനിമ തുടങ്ങിയിട്ട് അത് നമ്മുടെ കേരളത്തിലേക്ക് വരികയാണ്. പണ്ട് കാലങ്ങളിൽ ഒരുപാട് തെലുങ്ക്, കന്നഡ, ഹിന്ദി സിനിമയൊക്കെ ഡബ് ചെയ്ത് വരുമായിരുന്നു. ഇപ്പോൾ സിനിമയുടെ ഒരു സ്ക്രീനിങ് സിസ്റ്റം എല്ലാം മാറി ഒരു പാൻ ഇന്ത്യൻ കോൺസെപ്റ്റ് എന്നുള്ള സിനിമകളിലേക്ക് പോയി. മലയാളത്തിൽ നിന്നും അത്തരം സിനിമകൾ എടുക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എന്തായാലും ഈ സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സിനിമയാണ്. കാര്യം ഈ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്ന വിധം നിങ്ങൾ കണ്ടതൊന്നുമല്ല. അതിലെ ആക്ഷൻ സീക്വൻസ്, അതിലെ സോങ്, അതിലെ ഡാൻസ്, ഒരു കമേഴ്ഷ്യൽ ഫിലിമിലൂടെയാണ് ഈ കഥ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് മുകേഷ് സാർ ഹാസ് ഡൺ ഇറ്റ് ബ്രില്യൻ്റ്ലി. ആൻഡ് എനിക്ക് എന്താ പറയാൻ പ്രത്യേകിച്ച് വാക്കുകളൊന്നുമില്ല. കാര്യം എന്നെക്കുറിച്ചാണ് ഇവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത്, കൂടുതൽ കണ്ണപ്പയെക്കുറിച്ചല്ല. എന്തായാലും ഒരുപാട് സന്തോഷം. കാര്യം ഇങ്ങനെ വേണം ഒരു ഇൻഡസ്ട്രി, ഒരു കുടുംബം പോലെ പോകുമ്പോഴാണ് അതിന് ഒരുപാട് നന്മകളുണ്ടാകുന്നത്. ഇത് ഒരു പാൻ ഇന്ത്യൻ ഫിലിം എന്ന് പറയുന്നത് എങ്ങനെയാണ്, നമ്മുടെ നാട്ടിലുള്ള അല്ലെങ്കിൽ എല്ലാ ഭാഷകളിലുള്ള ആക്ടേഴ്സ് ടുഗദറായിട്ടൊരു വലിയ സിനിമ ചെയ്യുക എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ള കാര്യമല്ല. ആൻഡ് ദേ ഹാവ് സക്സീഡഡ് ഇൻ ദാറ്റ്. ആൻഡ് താങ്ക് യു വെരി മച്ച്, താങ്ക് യു സോ മച്ച് മോഹൻ ബാബു സർ ഫോർ ഇൻവൈറ്റിംഗ് മീ ആൻഡ് ഗിവിംഗ് മീ എ റൂൾ ലൈക്ക് ദിസ്. താങ്ക് യു വിഷ്ണു, താങ്ക് യു ഡയറക്ടർ ആൻഡ് ഓൾ ദ കോ സ്റ്റാർസ്. ആൻഡ് കണ്ണപ്പ എന്ന് പറയുന്നത് വളരെ അതിൽ എഴുതിയിട്ടുണ്ട്, വളരെ കണ്ണപ്പ എന്ന് പറയുന്നത് ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഭക്തി അല്ലെങ്കിൽ ഒരു ഡിവോട്ടിയുടെ സ്റ്റോറിയാണ് ശിവനുമായിട്ടുള്ള. അതിനെ ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാമായിരിക്കാം. അദ്ദേഹം കാളഹസ്തി എന്നുള്ള സ്ഥലത്താണ് ജനിച്ചത്. ഒരുപാട് പേർക്ക് അറിയാവുന്ന ഒരു കഥയാണ്. അദ്ദേഹത്തിൻ്റെ വേറൊരു സ്റ്റോറി എന്ന് പറയുന്നത് അദ്ദേഹം അർജുനൻ്റെ രണ്ടാമത്തെ ജന്മമായിരുന്നു എന്ന് പറയുന്നൊരു കഥയാണ്. അങ്ങനെ ഒരു കഥയിലാണ് ഞാൻ വരുന്നത്. എന്തായാലും ആ സിനിമ കാണുമ്പോൾ അറിയാം. എന്നെ സംബന്ധിച്ചിടത്തോളം അവിടെ പോയി ഷൂട്ട് ചെയ്യുക, ഇങ്ങനത്തെ ഒരു ഹിസ്റ്റോറിക് അല്ലെങ്കിൽ എല്ലാം പ്രസിദ്ധമായ ഒരു സിനിമയിൽ അഭിനയിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് ആസ് ആൻ ആക്ടർ എനിക്കത് വളരെ അംഗീകാരമാണ്. അത്
തീർച്ചയായിട്ടും മിസ്റ്റർ മോഹൻ ബാബു അദ്ദേഹത്തിൻ്റെ ഫാമിലി ആയിട്ടുള്ള എൻ്റെ ബന്ധം ഈ പറയുന്ന പോലെ തന്നെ എനിക്ക് ഏറ്റവും ബഹുമാനവും സ്നേഹമുള്ള ഒരു ഫാമിലിയാണ് മിസ്റ്റർ മോഹൻ ബാബുവിൻ്റെ വിഷ്ണുവിൻ്റെ. അവരായിട്ട് കൂടുതൽ അടുത്ത് ഇടപഴകുമ്പോഴേ അവരെക്കുറിച്ച് പറയാൻ സാധിക്കുള്ളൂ. ആ സ്നേഹം ആ ബഹുമാനമൊക്കെ അനുഭവിച്ചറിഞ്ഞ ആളാണ് ഞാൻ. സിനിമ എന്നതിലുപരി ഒരു ഫാമിലി ആയിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്, കാണുന്നത്, സംസാരിക്കുന്നത്. എന്നാലും കണ്ണപ്പ വലിയൊരു എക്സ്പീരിയൻസ് ആകട്ടെ, ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് ആകട്ടെ. നമുക്ക് തീർച്ചയായിട്ടും ഇത്തരം സിനിമകൾ അത് മൊഴിമാറ്റം ചെയ്ത് മലയാളത്തിൽ വരുമ്പോൾ, കാര്യം ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ഇൻഡസ്ട്രിയാണ് തെലുഗു ഇൻഡസ്ട്രി. ഏറ്റവും വലിയ ഇൻഡസ്ട്രിയാണ്. ഏറ്റവും സിനിമയെ സ്നേഹിക്കുന്ന ആൾക്കാരാണ്. അവിടുത്തെ സിനിമകൾ 99% പരാജയപ്പെടാറില്ല. കാര്യം അവിടുത്തെ പ്രേക്ഷകർ ആ സിനിമ അത്രയധികം റെസ്പെക്റ്റ് ചെയ്യുന്നു. അവർ ആ സിനിമ എങ്ങനെയെങ്കിലും സക്സസ്സിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് അവരൊരു വലിയൊരു സിനിമ എടുത്തു. ഒരുപാട് വർഷത്തെ ഒരു പ്ലാനിങ് ആണ് ഈ സിനിമ. ഇത് ന്യൂസിലാൻഡ് എന്ന് പറയുന്ന സ്ഥലത്ത് ഏറ്റവും മനോഹരമായ ഒരു സ്ഥലത്താണ് പോയി ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതിന് ഇവിടുന്ന് എത്രയും ആൾക്കാരെ കൊണ്ടുപോയി വളരെയധികം മാസങ്ങൾ, 2, 3 പ്രാവശ്യമൊക്കെ പോയിട്ടാണ് അവരത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്ര കഷ്ടപ്പെട്ടിട്ടൊരു സിനിമ ചെയ്ത് അത് മൊഴിമാറ്റം ചെയ്ത് ആ സിനിമ എല്ലായിടത്തും തെലുഗു ആർട്ടിസ്റ്റുകളെ കൊണ്ട്, അല്ലെങ്കിൽ തെലുഗു ഓഡിയൻസ് കാണുന്ന പോലെ ബാക്കി ഇന്ത്യയിലെ ആൾക്കാർ കാണണം എന്നുള്ള ഒരു സ്നേഹത്തിൻ്റെയും ഒരു ബഹുമാനത്തിൻ്റെയും പേരിൽ കൊണ്ടുവന്ന സിനിമയാണ്. അത് മൊഴിമാറ്റം ചെയ്ത് മലയാളത്തിലേക്ക് വരികയാണ്. നമുക്ക് നമ്മുടെ ഒരു കടമയാണ് ഒരു ഫിലിമിനെ സക്സസ്ഫുള്ളാക്കുക എന്നുള്ളത്. അങ്ങനെ സംഭവിക്കട്ടെ. ഈശ്വരൻ്റെ അനുഗ്രഹം കണ്ണപ്പയ്ക്ക് ഉണ്ടാകട്ടെ. ഒരിക്കൽ കൂടെ താങ്ക് യു മോഹൻ ബാബു സാർ, വിഷ്ണു, എല്ലാവർക്കും നല്ലൊരു സായാഹ്നം നേരുന്നു. എല്ലാ സിനിമകളും നന്നായിട്ട് ഓടണം. അപ്പോഴേ സിനിമ ഇൻഡസ്ട്രിയുടെ ചക്രം മുന്നോട്ട് ചലിക്കുള്ളൂ. അതിന് തീർച്ചയായിട്ടും പ്രേക്ഷകരായ നിങ്ങളുടെ അനുഗ്രഹവും അതിനുള്ള സഹായം ഉണ്ടാകണം. ആ പ്രതീക്ഷയോടുകൂടി ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നല്ലൊരു രാത്രി നേരുന്നു. താങ്ക് യു സോ മച്ച്. ലാലേട്ട, ഒരു ചെറിയ കാര്യം ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മോഹൻ ബാബു സാർ നേരത്തെ പറഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ ബിഹൈൻഡ് ദ സീൻ കഥകൾ ലാലേട്ടനെ കുറിച്ച് പറയുമ്പം ഹി വാസ് ഗോയിങ് ഓൺ ആൻഡ് ഓൺ. അദ്ദേഹം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഒരു കോമ്പിനേഷൻ സീൻ വിത്ത് ലാലേട്ടൻ. അത് ഇത്രയും വർഷത്തെ സിനിമാ ജീവിതത്തിൽ അദ്ദേഹം ഇപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിട്ട് പറയുന്നു. നമ്മൾക്കും ആഗ്രഹിക്കാമോ അങ്ങനെ ഒരു കാര്യം? To be very honest, to work with Mohan Babu sir is not that easy. He's a hot-tempered person. Correct, sir? ഒരു പാവം മാതിരി ഇരിക്കും. ഭയങ്കര ആൾക്കാരെ അടിക്കുകയൊക്കെ ചെയ്യും. നത്തിങ് വെറുതെ പറഞ്ഞാണ്. ഈസ് വൺ ഓഫ് ദ സ്വീറ്റസ്റ്റ് പേഴ്സൺ ഐ ഹവ് സീൻ. 560 സിനിമ ചെയ്ത ഒരാളാണ് എൻ്റെ അടുത്തൊരു സിനിമ തരുമെന്ന് ചോദിക്കുന്നത്. അത് വില്ലനായിട്ട് അഭിനയിക്കണം. സാർ നീങ്ക ഹീറോ, നാം വില്ലൻ. തീർച്ചയായിട്ടും എനിക്ക് ആ ഭാഗ്യം ഉണ്ടാകട്ടെ. നമുക്കടുത്ത് തന്നെ ഏതെങ്കിലും ഒരു സിനിമയിൽ. ഇല്ലല്ല, എനിക്ക് സത്യമാണ്. ഡോണ്ട് സേ ദാറ്റ്. I want to act as a villain with you, please. Why villain? Why villain? Because you are a hero. തീർച്ചയായിട്ടും അത് സംഭവിക്കട്ടെ. ആന്റണി ഏറ്റിട്ടുണ്ട്. അപ്പോൾ ആന്റണി ചേട്ടൻ ഇതുപോലെയുള്ള മിക്ക ടീസർ ലോഞ്ചിനും ട്രെയിലർ ലോഞ്ചിനും പറയുന്ന വാക്ക് പാലിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇതും ആന്റണി ചേട്ടാ ഏറ്റല്ലോ. ഓക്കെ, ഇനി ഒരു ചെറിയ ചടങ്ങ് കൂടെ. അപ്പൊ ഫസ്റ്റ് സീനിൽ തന്നെ ഞാൻ വെടിവെച്ച് കൊല്ലും. ഫയർ പണ്ണി നീങ്ക കൊല്ല പണ്ണുവിടെ. ഓക്കെ, അങ്ങനെ സംഭവിക്കട്ടെ. അതിനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടാകട്ടെ. താങ്ക് യു.